LDF സർക്കാരിന്റെ ഒന്നാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. വർഷം പൂർത്തിയാക്കുകയാണ്. സാധാരണ നിലക്ക് 5 വർഷ കാലയളവിലെ ഒരു വർഷക്കാലത്തെ പ്രവർത്തനം വിലയിരുത്താനുള്ള ഒരു സന്ദർഭമാണിത്. LDF ആദ്യമായല്ല സംസ്ഥാനത്ത് ഭരണത്തിലേറുന്നത്. എല്ലാ കാലത്തും എന്നതുപോലെ തന്നെ പൊതുവായ ചില നിലപാടുകൾ ഭരണരംഗത്ത് LDFനുണ്ട്. LDF ഇത്തവണ എന്താണ് കേരളത്തിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരു നവകേരളം, മതനിരപേക്ഷ, അഴിമതിരഹിത, വികസിത കേരളം സൃഷ്ടിക്കുക എന്നതിനാണ് LDF പ്രധാനമായും മുൻതൂക്കം കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു 2016 LDF അധികാരത്തിൽ വരുമ്പോഴുണ്ടായത്. മുൻപും UDF ഗവൺമെൻറ്റുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2011-16 കാലം UDF കേരളത്തിൻ്റെ പൊതുവായ തകർച്ചക്കിടയാക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധിക്കുന്ന ആർക്കും കണ്ടെത്താൻ കഴിയുന്നൊരു കാര്യം, ഒരു സർക്കാരിൻ്റെ പ്രവർത്തനം വ്യക്തമായ നിയമങ്ങളെയും ചട്ടങ്ങളെയും നിയതമായ മാനദണ്ഡങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. എന്നാൽ ഇതൊന്നും ബാധകമല്ല എന്ന നിലയിലായിരുന്നു ഈ 2011-16 5 വർഷക്കാലം UDF നമ്മുടെ നാട് ഭരിച്ചത്. അതിൻ്റെ ഫലം കേരളത്തിൻ്റെ പൊതുവായ സിസ്റ്റം വലിയ തോതിൽ തകർന്നുപോയി എന്നതാണ്. അത്തരമൊരു സാഹചര്യം സ്വാഭാവികമായും എല്ലാ മേഖലയിലും സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയുണ്ട്. ഇതിൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുത, അത്യന്തം ജീർണമായ ഒരു രാഷ്ട്രീയ സംസ്കാരം ഈ കാലയളവിൽ ഉയർന്നു വന്നു എന്നതാണ്. എന്നാൽ ചുരുങ്ങിയ കാലം മാത്രമാണ് ഒരു വർഷമെങ്കിലും ഈ ഒരു വർഷക്കാലത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നൊരു കാര്യം, ആരോഗ്യവത്തായ ഒരു രാഷ്ട്രീയ സംസ്കാരം ഇതിന് പകരം വെക്കാൻ ഈ കാലയളവ് കൊണ്ട് തന്നെ കഴിഞ്ഞു എന്നതാണ്. അധികാരവും അഴിമതിയും അനാശാസ്യതയും എല്ലാം കൂടിക്കലർന്നുണ്ടാക്കുന്ന അത്യന്തം ജീർണമായ ഒരവസ്ഥയാണ് നേരത്തെ ഉണ്ടായിരുന്നത്.
അതിലൊക്കെ വ്യാപരിച്ചവരെ പൊതുസമൂഹം ആ ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞതുമാണ്. എന്നാൽ അങ്ങനെ വ്യാപരിച്ചവർ ആ അധികാരത്തെ തന്നെ ഉപകരണമാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചയും നാം കണ്ടതാണ്. അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഈ അവസരം ഏതായാലും ഉപയോഗിക്കുന്നില്ല. ഒന്നൊന്നായി അന്നത്തെ അനാശാസ്യതകൾ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഓരോന്നും തുറന്നു കാട്ടപ്പെടുമ്പോഴും അധികാരത്തിൽ വല്ലാത്തൊരു ആർത്തിയോടെ അത്തരക്കാർ അള്ളിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇവിടെ ആ ദുരവസ്ഥക്കാണ് അറുതി വരുത്താൻ കഴിഞ്ഞത്. തെറ്റായ രീതിയിൽ വ്യാപരിക്കുന്നവർക്ക് രാഷ്ട്രീയ രക്ഷാകർത്താക്കൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ശുദ്ധീകരണമാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. ഇവിടെ LDF സ്വാഭാവികമായും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പരിശോധനയിലേക്ക് കടന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആത്യന്തികമായ വികസനത്തിനുതകുന്ന ഒട്ടേറെ നടപടികൾ LDF സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയും. അതിൻ്റെ ഒരു ചെറു വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം പരാമർശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അത് ഈ 7-നുള്ളൊരു പ്രത്യേകതയാണ്. 1977 ഒഴിച്ചാൽ 50കൾ തൊട്ടുള്ള ദശകങ്ങളെടുത്താൽ ഈ 7-ാം ആണ്ടിന് ഒരു പ്രത്യേകത കാണാൻ നമുക്ക് സാധിക്കും. 7-ാം ആണ്ടിൻ്റെ പ്രത്യേകത കേരളത്തിൽ ഇടതുപക്ഷമോ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള സർക്കാരോ അധികാരത്തിലിരുന്നു എന്നുള്ളതാണ്. അത് 1957, 67, 87, 97, ഇപ്പോൾ 2017, 2017 ഇങ്ങനെയൊരു 7-ൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു കണക്കിലെ കളി സൂചിപ്പിക്കാൻ പറഞ്ഞതല്ല. യഥാർത്ഥത്തിൽ 1957 ആരംഭിച്ചതിൻ്റെ ഒരു തുടർച്ച ഇതിലുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് അത് എടുത്ത് പറഞ്ഞത്. ആ തുടർച്ചയുടെ ഭാഗമായാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. 1957 2017 തമ്മിൽ ഒട്ടേറെ പൊരുത്തങ്ങളുണ്ട്. ചില സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചില വൈരുദ്ധ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരത്തിലേറിയപ്പോൾ പലരും ആവേശഭരിതരായി. ചിലർ സ്വാഭാവികമായി തന്നെ പരിഭ്രാന്തിയിലുമായി. അതുപോലെ തന്നെ 2017 ഈ മന്ത്രിസഭ 1-ാം വാർഷികം ആഘോഷിക്കുന്ന വേള പലർക്കും അഭിമാനമുണ്ട്. എന്നാൽ ചിലർക്ക്
പരിഭ്രാന്തിയുമുണ്ട്. ഇതിന് ഇടയാക്കുന്നത് 57-ൽ ഒരു പ്രത്യേക സാമൂഹ്യ രാഷ്ട്രീയ ഭരണഘടനാ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഭരണം നടത്തേണ്ടത് എങ്ങനെ എന്നൊരു മാതൃക നേരത്തെ ഇല്ലാതെ തന്നെ തുടക്കം കുറിച്ചതായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ്, എങ്ങനെ ഭരിക്കും എന്നതിന് ഫലപ്രദമായ ഉത്തരം കണ്ടെത്തുകയാണ് 57-ൽ ഉണ്ടായത്. ഇപ്പോഴാണെങ്കിൽ ആഗോളവൽക്കരണ നയത്തിൻ്റെയും അത്യന്തം ഭീതിജനകമായ രീതിയിൽ ചൂഴ്ന്നു നിൽക്കുന്ന വർഗീയ അന്തരീക്ഷത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് എങ്ങനെ സമാധാനവും ജനക്ഷേമവും ഉറപ്പുവരുത്തുന്ന വികസനം ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ പുതിയ കാലത്തിൻ്റെ പുതിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് സർക്കാർ മുൻപോട്ട് പോകുന്നത്. ഇപ്പോൾ വേറൊരു പ്രത്യേകത കൂടി നമ്മൾ ഓർക്കണം. 1917 ലോകമാകെ കമ്മ്യൂണിസ്റ്റുകാരായവരെല്ലാം, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, ഒക്ടോബർ വിപ്ലവത്തിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്ന ഘട്ടമാണ്. നമ്മളാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയുടെ 60ാം വാർഷികം ആചരിച്ച ഘട്ടവുമാണ്. 57-ൽ കാർഷിക ബന്ധ നിയമം, ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ പരിഷ്കരണം, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളിലൂടെയാണ് സമൂഹത്തിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചത്. ഇപ്പോൾ നവകേരളം പടുത്തുയർത്താനുള്ള അടിത്തറ ഒരുക്കുന്നതിനായി 4 മിഷനുകളിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് തീവ്രമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മിഷനുകളൊക്കെ 57-ൻ്റെ തുടർച്ചയടങ്ങിയിട്ടുണ്ട് എന്നത് കാണാൻ നമുക്ക് സാധിക്കും. ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റേതുമായ ഒരു ഘട്ടമാണിത്. ഇത്തരമൊരു സന്ദർഭത്തിൽ എങ്ങനെ ഒരു ബദൽ മുന്നോട്ട് വെക്കുമെന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശ്രമിക്കുന്നത്. ബദൽ മുന്നോട്ട് വെക്കാനുള്ള ഒട്ടേറെ നടപടികൾ ഇതിനകം തന്നെ തുടക്കം കുറിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പരമ്പരാഗത വ്യവസായ മേഖലയാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്. പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഏറ്റവും പ്രധാനമാണ് കയർ രംഗം. കയർ മേഖലയിലുണ്ടായിരുന്ന തൊഴിലാളികളെല്ലാം ഇനി തങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന ബോധ്യത്തിലായിരുന്നു കഴിഞ്ഞ 2016 വരെയുള്ള 5 വർഷക്കാലം. ഇത് അവസാനിക്കുന്നു എന്ന ചിന്തയിലായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത 2017 ആകുമ്പോഴേക്ക് കയർ മേഖലയിലെ തൊഴിലാളികൾക്കാകെ നല്ല തോതിൽ പ്രത്യാശ കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. തകർന്നു പോകില്ല, രക്ഷപ്പെടും, പിടിച്ചു നിൽക്കാനാകും എന്ന തോന്നലിലേക്ക് എല്ലാവരും എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള ആത്മവിശ്വാസം ആ രംഗത്ത് വലിയ തോതിൽ വർദ്ധിച്ചതായി കാണാൻ നമുക്ക് കഴിയും.
സർക്കാർ ആധുനികവൽക്കരണത്തിനാണ് കയർ മേഖലയിൽ പ്രാധാന്യം നൽകുന്നത്. ആധുനികവൽക്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് കയർ വ്യവസായത്തിൻ്റെ പഴയ മേന്മ, അതായത് ഇന്ത്യയിൽ നമ്മളായിരുന്നു കയറിൻ്റെ പര്യായമായി നിന്നിരുന്നത്, നമ്മുടെ സംസ്ഥാനമായിരുന്നു എല്ലാ കാര്യവും ചെയ്തിരുന്നത്. അത്തരമൊരു നിലയിലേക്ക് സംസ്ഥാനത്തെ കയർ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ നിലയാണ് കേരളത്തിലെ മറ്റൊരു വലിയ പരമ്പരാഗത വ്യവസായ മേഖലയായ കശുവണ്ടിയുടെ അവസ്ഥ. കശുവണ്ടി തൊഴിലാളി ഇനി രക്ഷപ്പെടില്ല എന്ന ബോധ്യത്തിലായിരുന്നു 2016 വരെ. എന്നാൽ കശുവണ്ടി വികസന കോർപ്പറേഷനും കാപ്പെക്സും തുറന്ന് പ്രവർത്തിക്കുന്നതിലൂടെ 18,000 തൊഴിലാളികൾക്കാണ് തൊഴിൽ ലഭിക്കുന്ന നിലയുണ്ടായത്. അതോടൊപ്പം കശുവണ്ടി വ്യവസായത്തെ പൂർണ്ണമായും സംരക്ഷിക്കാൻ ഉതകുന്ന നടപടികളിലേക്കാണ് സർക്കാർ ഫലപ്രദമായി നീങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ തൊഴിലാളിക്ക് ആശങ്കയില്ല. LDF സർക്കാർ തങ്ങളെ സംരക്ഷിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലും അതിൻ്റെ ഭാഗമായി തന്നെ ഉയർന്നു വന്ന ആത്മാഭിമാനത്തിലുമാണ് തൊഴിലാളികളാകെ നിൽക്കുന്നത്. ഇവിടെ കൈത്തറി മേഖലയിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ച നടപടി കൈത്തറി തൊഴിലാളികൾക്ക് വലിയ തോതിലുള്ള ആശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൈത്തറിയും അനുദിനം ക്ഷയിച്ചു പോകുന്ന ഒരു പരമ്പരാഗത വ്യവസായ മേഖലയായിരുന്നു. പക്ഷേ 8,000 തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് നൽകുന്ന സംവിധാനമാണ് ഇപ്പോൾ സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഫലമായി 2,30,000 വിദ്യാർത്ഥികളുടെ യൂണിഫോം ഇപ്പോൾ കൈത്തറിയിലൂടെ നൽകുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ കൂടുതൽ നൽകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഉൽപ്പാദിപ്പിക്കുന്ന തുണി ഇത്രയും പേർക്ക് എത്തൂ എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വർഷം UP സ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്കടക്കം നൽകാൻ കഴിയണം എന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നല്ല നിരക്ക് കൈത്തറി സംഘങ്ങൾക്കും കൈത്തറി മേഖലക്കും തുണി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതിൻ്റെ അർത്ഥം കൂടുതൽ തൊഴിലാളികൾ ഈ രംഗത്ത് കടന്നു വരാൻ ഇടയാകും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 2 ലക്ഷം തൊഴിൽ ദിനങ്ങൾ ഈ വർഷം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഇതുപോലെ തന്നെ മത്സ്യവുമായി ബന്ധപ്പെട്ട മേഖലയെടുത്ത് പരിശോധിച്ചാൽ LDF ഗവൺമെൻറ് അത്യന്തം ആവേശകരമായ നടപടികളാണ് ഓരോ രംഗത്തും സ്വീകരിച്ചിട്ടുള്ളത്. അത് ആശ്വാസ പദ്ധതികളുടെ കാര്യത്തിലായാലും ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും പ്രത്യേക രീതിയിലുള്ള പുനരധിവാസത്തിൻ്റെ പ്രശ്നങ്ങളിലായാലും എല്ലാറ്റിലും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ LDF ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നാം നടത്തുന്ന ക്ഷേമപ്രവർത്തനങ്ങളാണ്. ഈ ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ UDF ഗവൺമെൻറ് വല്ലാത്തൊരു അലംഭാവമായിരുന്നു കാണിച്ചിരുന്നത്.
അതിൻ്റെ ഭാഗമായി ക്ഷേമ പെൻഷനുകൾക്ക് അർഹതയുള്ള നിരാലംബരായ ആളുകൾ ഇനി പെൻഷൻ വാങ്ങി ജീവിതം അവസാനിക്കുന്നതിന് മുൻപ് പെൻഷൻ വാങ്ങാൻ കഴിയില്ല എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. അതായത് പെൻഷൻ വാങ്ങി മരിക്കാനാവില്ല എന്ന് ചിന്തിച്ചവരായിരുന്നു പലരും. എന്നാൽ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ സ്വീകരിച്ച നടപടി ആ വിഭാഗം പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒന്നായിരുന്നു. അതിൻ്റെ ഭാഗമായി അപ്പോഴുണ്ടായിരുന്ന കുടിശ്ശിക 1900 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ വിതരണം ചെയ്യാൻ സാധിച്ചു. അത് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ എത്തിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അത് വലിയ ആശ്വാസം പകർന്ന നടപടിയായിരുന്നു എന്നത് പൊതുവെ നമ്മുടെ സംസ്ഥാനം വിലയിരുത്തിയ കാര്യമാണ്. ഇപ്പോൾ 2017 മാർച്ച് 31 വരെയുള്ള കാലയളവെടുത്താൽ 5100 കോടി രൂപ 48.5 ലക്ഷം പേർക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ചിലരുടെ പ്രശ്നങ്ങളിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ സാങ്കേതിക പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നതിനായി അദാലത്ത് നടപ്പാക്കി വരുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഭാഗമായി തന്നെ കാണേണ്ട കാര്യമാണ് പെൻഷനുകളെല്ലാം. ഇത്തരം പെൻഷനുകൾ നേരത്തെ ഉണ്ടായിരുന്ന ചില പെൻഷനുകൾ പലതും 600 രൂപയായിരുന്നു. അതിപ്പോൾ 1100 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവാസി പെൻഷൻ 500 രൂപയായിരുന്നത് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഗണത്തിൽ വരുന്നതല്ലെങ്കിലും മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ലൈബ്രറിയൻ, നഴ്സറി ടീച്ചർ ഇത്തരം ആളുകൾക്കൊക്കെ ഓണറേറിയം എന്ന നിലക്ക് കൊടുത്തിരുന്നത് 2050 രൂപയായിരുന്നു. അത് ഇപ്പോൾ നല്ല തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 12,000 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1400 രൂപയായിരുന്നു ആയ മാർക്ക് കിട്ടിയിരുന്നത്. അത് 8,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാന ഗവൺമെൻറ് ഇത്തരം ജനവിഭാഗങ്ങളോട് സ്വീകരിക്കുന്ന പ്രതിബദ്ധതയുടെ ഭാഗമായുള്ള നടപടിയാണ്. LDFന് പാവപ്പെട്ട ജനവിഭാഗങ്ങളോടുള്ള പ്രതിബദ്ധത, അതിൻ്റെ ഭാഗമായാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നാം കാണേണ്ട വസ്തുത, ഈ ആഗോളവൽക്കരണത്തിൻ്റേതായ ഈ ഘട്ടത്തിൽ ബദൽ മുന്നോട്ട് വെക്കുക എന്ന് പറയുമ്പോൾ ഈ രൂപത്തിലാണ് ബദലുകൾ എന്നത് നാം തിരിച്ചറിയണം. വേറൊരു മേഖല നമ്മളെടുത്താൽ അത് പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട മേഖലയാണ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ നമ്മൾ വളരെ പിറകിലായിരുന്നു എന്നത് വസ്തുതയാണ്. ഒരുപാട് എതിർപ്പുകൾ, വിവാദങ്ങൾ, അതിൻ്റെയൊക്കെ ഫലമായി കേരളത്തിന് എത്തേണ്ടിടത്ത് എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപാട് നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. പക്ഷേ കാലാനുസൃതമായി മുന്നോട്ട് പോകാനായില്ല. ഇതിൻ്റേതായ തിരിച്ചടികൾ പലതും നമുക്ക് ഏൽക്കുകയും ചെയ്തു. ഇപ്പോൾ പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ പ്രശ്നം എടുക്കുമ്പോൾ നാഷണൽ ഹൈവേ
2016 മുൻപുള്ള പ്രതീതി എന്തായിരുന്നു? എല്ലാവരുടെയും പ്രതീതി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന ശരാശരി ഒരു മനുഷ്യൻ്റെ ചിന്ത ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നായിരുന്നു. നാഷണൽ ഹൈവേ ഒന്നും വികസിപ്പിക്കാൻ കേരളത്തിലാവില്ല എന്ന ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. നാഷണൽ ഹൈവേ വികസിക്കണമെങ്കിൽ നാഷണൽ ഹൈവേ വികസനത്തിന് ആവശ്യമായ ഭൂമി എടുക്കണം. ഭൂമി തൊടാനേ കഴിയില്ല, ഇതായിരുന്നു ചിന്ത. അതിന് മാറ്റം വന്നു, ആ ചിന്തക്ക് മാറ്റം വന്നു. ഇത് യാഥാർത്ഥ്യമാകും എന്ന നില ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്നു. ഭൂമി എടുക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് ഭൂമി എടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പ് അതേ രീതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നതും നമുക്ക് കാണാൻ കഴിയും. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ അതേ നില തന്നെയാണ് കേരളത്തിൽ തുടരുന്നതെങ്കിലും ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായൊരാവശ്യമാണ്. ഈ ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല, ഇത് നടപ്പാക്കിയേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ എന്ന് ചിന്തിക്കുന്ന, ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഈ കേരളത്തിനുണ്ടായി എന്നതുകൊണ്ടാണ് ഈ മനമാറ്റം പൊതുവിലുണ്ടായത് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇതാണ് നാഷണൽ ഹൈവേയുടെ സ്ഥിതിയെങ്കിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ കണ്ട ഒരു പദ്ധതിയായിരുന്നു ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ. പെട്രോനെറ്റ് LNG നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന കാലത്ത് നമ്മുടെ കേരളത്തോടൊപ്പം ആ പദ്ധതി നടപ്പാക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ കാലം മുൻപേ ആ പദ്ധതി യാഥാർത്ഥ്യമാവുകയും ഗ്യാസ് പല ആവശ്യങ്ങൾക്കായി അത്തരം സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന നില വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പഴയ അതേ നിലയിൽ നിൽക്കുന്നു. പൈപ്പ് ലൈൻ അത് യാഥാർത്ഥ്യമാക്കാനേ ആവില്ല എന്നായിരുന്നു ചിന്ത. ഒരു തരത്തിലും ഈ ലൈൻ പൈപ്പ് ഇടുന്നതിന് വേണ്ടി ആളുകൾ സമ്മതിക്കില്ല എന്നതായിരുന്നു പൊതുചിന്ത. ഇപ്പോൾ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇനി ഭൂമി അതിൻ്റെ ഭാഗമായി എടുക്കാനുള്ളത്. ബാക്കി ഭൂമി മുഴുവൻ എടുത്തു കഴിഞ്ഞു. പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. സമയബന്ധിതമായി അത് പൂർത്തിയാക്കുമെന്ന് ഗെയിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മാറ്റം നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമായ ഒന്നാണ്. ആ ഗുണകരമായ മാറ്റം എങ്ങനെ വന്നു? എന്തുകൊണ്ട് നേരത്തെ നടപ്പായില്ല? അപ്പോൾ ഇവിടെ ഈ ലൈൻ പൂർത്തിയാകണം, അത് നമ്മുടെ സംസ്ഥാനത്തിന് വലിയ തോതിൽ ഉപകാരപ്രദമായ ഒന്നാണ്, അത് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇത് നടപ്പാക്കണം എന്ന ചിന്തയോടെ പ്രവർത്തിക്കുന്ന, അതിനുള്ള ഇച്ഛാശക്തി പ്രകടിപ്പിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിലുണ്ടായി എന്ന ഒരു സാഹചര്യം വന്ന മാറ്റമാണ് ഇത് എന്ന് കാണാൻ നമുക്ക് കഴിയും. ഇക്കൂട്ടത്തിൽ കാണേണ്ട മറ്റൊരു പ്രധാന പ്രശ്നമാണ് കൂടംകുളത്ത് നിന്ന് വൈദ്യുതി കൊണ്ടുവരാനുള്ള ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആ ലൈനിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാനാകില്ല എന്നായിരുന്നു ചിന്ത. അത്ര കടുത്ത എതിർപ്പായിരുന്നു. പക്ഷേ ആ ലൈൻ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന നില ഇപ്പോൾ വന്നു കഴിഞ്ഞു. എതിർത്തവർ തന്നെ സഹകരിക്കുന്ന മനോഭാവത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെറിയ നഷ്ടം സംഭവിക്കുന്നവർ സ്വാഭാവികമായും അതിലുള്ള എതിർപ്പ് രേഖപ്പെടുത്തും. ആ ചെറിയ നഷ്ടത്തിൻ്റെ ഭാഗമായുള്ള എതിർപ്പിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? നമുക്ക് ഈ പദ്ധതി നടപ്പാകുമ്പോൾ സമൂഹത്തിനാകെ കിട്ടേണ്ട ഗുണമുണ്ട്, ആ ഗുണത്തിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു വേർതിരിവ് ഉണ്ടായാൽ അതിൻ്റെ ഭാഗമായി നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കും. സംസ്ഥാന ഗവൺമെൻറ് ഈ ഗുണത്തിലൂന്നി നിൽക്കുന്നു. LDF ഗവൺമെൻറ് ഈ ഗുണമാണ് എടുത്തു പറയുന്നത്. നഷ്ടം സംഭവിക്കുന്നവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന മനോഭാവം സംസ്ഥാന ഗവൺമെൻറ്റിനില്ല. ഇത്തരമൊരു സാഹചര്യം അവർക്കുണ്ടായതിൻ്റെ മേലെ ആവശ്യമായ നഷ്ടപരിഹാരം നല്ല നിലക്ക് തന്നെ നൽകുക എന്നതാണ് സംസ്ഥാന ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന കാര്യം. അക്കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ അവരുമായി സഹകരിക്കാൻ സർക്കാർ സന്നദ്ധമാണ്. പക്ഷേ
ഇത്തരം പദ്ധതികൾ എതിർക്കാൻ മുന്നോട്ട് വന്നാൽ ആ എതിർപ്പിന് മുന്നിൽ വഴങ്ങാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. ആ മാറ്റം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമാകാൻ പോവുകയാണ്. അപ്പോൾ ഒരു സർക്കാർ എന്ന നിലക്ക് ഈ സമൂഹത്തിൽ പ്രകടിപ്പിക്കേണ്ട ഇച്ഛാശക്തി അത് ശരിയായ രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നാം കാണേണ്ടത് റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു കേരള റെയിൽ എന്ന പേരിൽ ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിച്ച് 49:51 ഓഹരി ഘടനയിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിക്ക് ധാരണാപത്രം ഒപ്പുവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ചില പദ്ധതികൾ നടപ്പാക്കാനും ഉദ്ദേശിച്ചു വരികയാണ്. അതും ഈ കമ്പനിയുടെ തുടക്കത്തിൽ തന്നെ ധാരണ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ വികസനത്തിൽ റെയിൽവേ ചെയ്യുന്നതിനപ്പുറം ചില കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് ഈ കമ്പനിക്ക് ചെയ്യാൻ കഴിയുമെന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ നിലയിലുള്ള അതൊരു പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതോടൊപ്പം തന്നെ നാം കാണേണ്ട ഒരു കാര്യമാണ് സിവിൽ ഏവിയേഷൻ രംഗം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ സിവിൽ ഏവിയേഷൻ രംഗത്തെ വിമാന കമ്പനികളുമായി സംസ്ഥാന ഗവൺമെൻറ് സിവിൽ ഏവിയേഷൻ വകുപ്പുമായി ചേർന്നുകൊണ്ട് സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയും അതിൻ്റെ ബന്ധപ്പെട്ട പ്രധാന ഉദ്യോഗസ്ഥന്മാരുമെല്ലാം പങ്കെടുത്തുകൊണ്ടൊരു ചർച്ച നടന്നു. അപ്പോൾ നമ്മൾ ആ ചർച്ച നടത്തുമ്പോൾ ഇത് ഒരു സാധാരണ നടപടിയാണെന്നാണ് നമ്മളെല്ലാം വിചാരിച്ചിരുന്നത്. പക്ഷേ ആ യോഗം ചേർന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് രാജ്യത്തെ ഒരു അപൂർവ സംഭവമാണ് ഇത്തരമൊരു യോഗം. അത് അവർ തന്നെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിൽ ഉള്ള സിവിൽ ഏവിയേഷൻ രംഗവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് മലയാളികൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർ അവർ എപ്പോഴും അനുഭവിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നം. നേരത്തെ അത് വ്യക്തമാക്കിയതുകൊണ്ട് ആവർത്തിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ സിവിൽ ഏവിയേഷൻ വകുപ്പ് തന്നെ ഒരു നിർദ്ദേശം വെച്ചു, ആവശ്യമായത്ര സീറ്റുകൾ മുൻകൂട്ടി തരാം, നിങ്ങൾ വിമാനങ്ങൾ ഇടാൻ തയ്യാറാവുമോ? ആ ഓഫർ കമ്പനികളെല്ലാം സ്വീകരിക്കുന്ന നിലയുണ്ടായി. കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകുന്നു, ഇത്തരം കാര്യങ്ങൾക്ക് വലിയ ചാർജ് ഈടാക്കുന്ന നില വരുന്നു. സാധാരണയിൽ കവിഞ്ഞ ചാർജാണ് ഈടാക്കുന്നത്. അത് ന്യായമായും പരിശോധിക്കേണ്ടതാണ് എന്ന പ്രശ്നം നമുക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞു. അത് പരിശോധിക്കാനുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീരുമാനമായിട്ടില്ലെങ്കിലും അത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കാനും എല്ലാമുള്ള ഒരവസരമായിട്ടാണത് വന്നത്. അതിൻ്റെ ഫലമായി സിവിൽ ഏവിയേഷൻ രംഗത്തും നല്ല തരത്തിലുള്ള പുരോഗതി ഉണ്ടാക്കാനാകുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് ഇടപെടേണ്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഇടപെട്ടു പോകാൻ ഈ ഒരു വർഷം കൊണ്ട് തന്നെ സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യമാണ് കിഫ്ബിയുടെ തുടക്കം. കിഫ്ബി എന്നത് നമ്മുടെ സംസ്ഥാനത്ത് ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ആ ബജറ്റിലൂടെ നമ്മൾ ഒട്ടേറെ പദ്ധതികൾ എടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക പരിമിതിയുണ്ട്. ആ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ വിവിധ വകുപ്പുകളുടെ പദ്ധതികൾ നടപ്പാക്കാനാവൂ. ഇതിൻ്റെ അർത്ഥം നമുക്ക് ആവശ്യമായ തോതിലുള്ള വികസനം ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്നാണ്. അപ്പോൾ നമുക്കൊരു കുതിച്ചു ചാട്ടം വേണ്ടതുണ്ട്. വികസന രംഗത്ത് വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയേണ്ടതുണ്ട്. ആ അത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമുക്ക് വേണ്ടത്ര വിഭവമില്ല എന്നുള്ളതാണ്. ആ വിഭവം സമാഹരിക്കാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത്. അപ്പോൾ വിവിധ വകുപ്പുകൾ തന്നെ പദ്ധതികളൊക്കെ തയ്യാറാക്കും. എന്നാൽ സാമ്പത്തിക സ്രോതസ് എന്ന നിലക്ക് കിഫ്ബി എന്ന പുതിയ സംവിധാനം വരികയാണ്. അതിൻ്റേതായ നല്ല ഇടപെടൽ വരികയാണ്. അതിലാണെങ്കിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തി നേടിയവരുമായിട്ടുള്ള
ആളുകളടക്കം മോണിറ്റർ ചെയ്യുന്ന തരത്തിലുള്ള അത്യന്തം ഉയർന്ന ഒരു സാമ്പത്തിക പരിശോധനാ വിഭാഗം മേൽനോട്ടം വഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക. അപ്പോൾ അതും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വലിയ തോതിൽ വഴിവെക്കുന്ന ഒന്നായിട്ടുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. നേരത്തെ പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ വിട്ടുപോയ രണ്ട് കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. അത് തീരദേശ ഹൈവേയുടെ കാര്യമാണ്. തീരദേശ ഹൈവേക്ക് വേണ്ടി 6500 കോടി രൂപ ചെലവിടാനാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെയാണ് മലയോര ഹൈവേ 3500 കോടി രൂപ ചെലവിട്ടുകൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ നല്ല പ്രാധാന്യമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നടപ്പാക്കുന്ന മിഷനുകളെക്കുറിച്ച് ആവർത്തിച്ച് പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. കാരണം നിങ്ങൾക്കെല്ലാം നല്ലതുപോലെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും പരാമർശിച്ചു പോകണമല്ലോ, അതുകൊണ്ട് പരാമർശിക്കുന്നു എന്ന് മാത്രം. അതിലൊന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ. വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ കൊണ്ട് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളെല്ലാം സ്മാർട്ട് ക്ലാസ്സുകളാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കൂളുകളുടെ മുഖച്ഛായ തന്നെ മാറാനാണ് പോകുന്നത്. ഇതിൽ ഒരു തെറ്റിദ്ധാരണയും വേണ്ട. സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും അടങ്ങുന്ന പൊതുവിദ്യാലയങ്ങളാകെ മെച്ചപ്പെടുത്തുക എന്താണ് ഉദ്ദേശം. ഇപ്പോൾ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യമാണ് തുടക്കം കുറിച്ചത്. എന്നാൽ അതോടൊപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എയ്ഡഡ് വിദ്യാലയങ്ങൾക്കും ഇത്തരം പരിപാടികൾ ബാധകമാക്കണമെന്ന്. എല്ലാറ്റിലും നാട്ടുകാരുടെ പങ്കാളിത്തമാണ് ഏറ്റവും പ്രധാനം. അവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപക രക്ഷാകർതൃ സമിതി അങ്ങനെയെല്ലാം ഉള്ളതിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരെ നല്ലതുപോലെ സഹകരിപ്പിച്ച് ഓരോ സ്കൂളിൻ്റെയും ഉന്നമനത്തിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്താണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എയ്ഡഡ് വിദ്യാലയങ്ങളെ എടുത്താൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കീഴിലുള്ള വിദ്യാലയങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി വിദ്യാലയങ്ങളെല്ലാം 1ഉം 2ഉം സ്കൂളുകൾ മാത്രമുള്ളതായിരിക്കും. പലതും ഏറ്റവും കൂടുതൽ ഒരു സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഒരു കൂട്ടരുടെ കയ്യിൽ നിൽക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള സ്കൂളുകൾ നാടിൻ്റെ സ്വത്ത് എന്ന നിലക്കാണ് ഇതേവരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. അവിടുന്നാണ് ആ പ്രദേശത്തുള്ള എല്ലാവരും പഠിച്ചിറങ്ങി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത്തരം ആളുകളെല്ലാം തൻ്റെ സ്കൂളിനെ അഭിവൃദ്ധിപ്പെടുത്താൻ സഹായിക്കാൻ തയ്യാറാവും. അങ്ങനെയുള്ളവരുടെ എല്ലാം സഹായം സ്വീകരിക്കുക, കാലാനുസൃതമായ പുരോഗതി ഉണ്ടാക്കുക, ഒരു പൊതു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും. ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് സ്കൂളിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കുക, ആവശ്യമായ പശ്ചാത്തല സൗകര്യം, അതോടൊപ്പം അക്കാദമിക് മികവ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ തീരുമാനിക്കും. അത് ആ നിലക്ക് നടപ്പാക്കുക. അങ്ങനെ വരുമ്പോൾ 1 മുതൽ 12 വരെയുള്ള പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളാകുകയാണ്. സ്കൂളുകൾ പൊതുവെ ഹൈടെക് സ്കൂളുകളായി മാറുകയാണ്. ഇതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്ന കാര്യം.